Subscribe to our channel, and press the bell icon to get early notification of our latest video. Hello, Namaskaram friends. ഇതിനു മുമ്പാണ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത് JioTV Kodi ആപ്പിൽ കിട്ടുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നില്ല, ഏകദേശം ഒരാഴ്ചയായി. അതിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ 2 ഫയൽ നമ്മൾ ആഡ് ഓണിൽ ചേർക്കണം. നേരത്തെ ഉണ്ടായിരുന്ന പഴയ Kodi ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയും വേണം. ഈ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ അവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് ലോഗ് ഔട്ട് ആവും വേണം. കൂടുതൽ ലോഗിൻ വന്നു കഴിഞ്ഞാൽ JioTVയിൽ OTP വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പലരും ബാക്കിൽ പോകണം. ബാക്കിൽ വേണ്ടി പോയിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ വന്നിട്ട് കോഡിയുടെ ആപ്പ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തിട്ട് 2 പെർമിഷൻ കൊടുക്കാനുണ്ട്. ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. നമ്മൾ ഈ മൈക്രോഫോൺ ഫയൽ, ഈ 2 ഫയൽ ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ബാക്ക് പോവാം. ബാക്ക് പോയിട്ട് നമ്മൾ Kodi ആപ്പ് ഓൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും ഇൻ്റർഫേസ്. ഇത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഫയൽ ആഡ് ഓൺ ചെയ്യുന്ന ഒരു ഇതാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നത് ആഡ് ഓൺ ഫയലിനുള്ള ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ സിപ്പിൽ വരും. ഇങ്ങനെ ഒരു ഇത് വരും. അത് നമ്മൾ അൺനോൺ സോഴ്സ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഓൺ ചെയ്തിട്ട് യെസ് കൊടുക്കണം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ സിപ്പ് ഫയൽ ഇൻസ്റ്റാളേഷനിൽ തന്നെ പോകണം. ഇന്നുകൂടെ അതുകൊണ്ട് വരാം. ഇൻസ്റ്റാളേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഫയൽ എക്സ്റ്റേണൽ ഫയലിലുണ്ടാവും. ആ എക്സ്റ്റേണലിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് വെച്ച ഫയലുണ്ട്, ആ റിപ്പോസിറ്ററി കീഴുണ്ട്. അതാദ്യം നമ്മൾ ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത് ബാക്ക് പോയിട്ട് ഇപ്പോൾ കാണിക്കുന്നു, ഇവിടെ കാണിക്കും നമുക്ക്. രണ്ടാമത് പിന്നെ ആദ്യത്തെ ഫയൽ JioTV പ്ലസ് എന്നുള്ളൊരു ഫയലാണ്, അതും ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകും. പക്ഷേ ഇത് ഇൻസ്റ്റാൾ ആകാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് അതിനുള്ള വ്യത്യാസങ്ങളുണ്ടാവും. കുറച്ച് സമയം എടുക്കുമായിരുന്നു. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ആഡ് ഓണിൽ വന്നിട്ട് JioTVൻ്റെ ഇൻ്റർഫേസ് വരും. ഇതിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഈ മേലുള്ള ആ 2 ഡോഗുകൾ നമ്മൾ ഓൺ ചെയ്യണം. അത് ഓഫിലായിരിക്കും കിടക്കുന്നുണ്ടാകുക. അത് രണ്ടും ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെയിൽ വന്നിട്ട് അത് ഓക്കെ കൊടുക്കുക. അപ്പം അതിൽ ഒരു സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ ഇതിൽ വന്നിട്ട് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോവുക. വീണ്ടും സെറ്റിങ്സിൽ തന്നെ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് അക്കൗണ്ടിൽ വരിക. അക്കൗണ്ടിൽ വന്നിട്ട് ലോഗിനിൽ വരിക. ലോഗിനിൽ വന്നിട്ട് നമ്മൾ കീവേഡ് സെലക്ട് ചെയ്യുക. അവിടെ OTP സെലക്ട് ചെയ്യുക. OTP സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ജിയോ സിം ഉപയോഗിക്കുന്ന നമ്പർ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് ആ ഫോണിൽ തന്നെ OTP വരും. ആ OTP കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ലോഗിൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണിക്കും. അതോടുകൂടി ആ സെറ്റിങ്സ് അവസാനിച്ചു. ഇനി ഒരു സിമ്പിൾ സെറ്റിങ്സ് കൂടെ ഉണ്ട്. സിമ്പിൾ IPR TVൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അതും കൂടി നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കും. സെറ്റിങ്സിൽ തന്നെ പോയിട്ട് അത് നമ്മൾ ഫസ്റ്റിൽ കാണാം. സെറ്റിങ്സിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ കാണാം IPT. അതിന് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇത് ഈ പ്രോസസ്സിങ്ങിന് കുറച്ച് സമയം എടുക്കും. ഒരു 2-3 മിനിറ്റ് സമയം എടുക്കും. ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, നമുക്കേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും. അതിൽ വെയിറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയി ഇങ്ങനെ
ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്യുന്ന ഒരു ഇത് വരും സിമ്പിൾസ്. അത് കംപ്ലീറ്റ് 100% ആവണം, അതുവരെ വെയിറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യരുത്, പിന്നെ അത് സമയം കൊടുക്കണം. ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്, നമ്മുടെ ഗൈഡ് ഇൻസ്റ്റാളേഷൻ. പിന്നെ നമ്മൾ വന്നിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇതിൽ വന്നിട്ട് ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ എല്ലാ ലാംഗ്വേജും ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് മലയാളം സെലക്ട് ചെയ്യണം. മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കാണിക്കുക ഇങ്ങനെ. ഇതിലൊന്ന് പിന്നെ ഏഷ്യാനെറ്റ് പോലെ തുടക്കം ഉണ്ട്. എല്ലാ ചാനലും ഒരുവിധം മിക്ക ചാനൽ മലയാള ചാനലുകളുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് കാണിക്കുന്നതിന് പരിധിയുണ്ട്, അപ്പോൾ അതാണ് ബ്ലർ ചെയ്ത് കാണിക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ന്യൂസുകൾ മാത്രമേ ഉള്ളൂ, ബാക്കി ചാനലുകളൊന്നുമില്ല. അപ്പോൾ അതൊന്നും നമ്മൾ ബാക്കി പവർ, മഴവിൽ മനോരമ, കൈരളി, വി എല്ലാം ഉണ്ട്. ഇതൊന്ന് സെലക്ട് ചെയ്ത് നമുക്ക് നാം നേരത്തെ വീഡിയോ കാണിച്ച പോലെ നമുക്ക് ഫേവറേറ്റ് ആക്കി കഴിഞ്ഞാൽ ഓരോ ചാനൽ കിട്ടും. അതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.